Hi guys, welcome back to my YouTube channel and welcome to a new video. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്നും ഒരു ഡ്രസ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു പ്രീ വെഡിങ് പാർട്ടി ഉണ്ടാവില്ല. സോ മോസ്റ്റ്ലി ഇപ്പം ഗേൾസിലാണ് അത് കാണുന്നത്. മെൻ അത് ഒഴിവാക്കിയിട്ട് റിസപ്ഷനിലേക്കാണ് പോകുന്നതാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും അന്നത്തെ ദിവസം ഡ്രസ്സ് വേണം. ഞാൻ എൻ്റെ റിസപ്ഷൻ്റെതും ഡിസൈനർക്കാണ് കൊടുത്തത്. ഇതും ഞാൻ ഡിസൈനർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. വേറെ ഡിസൈനറുകളാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ ലൈക്ക് അടുത്ത് തന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരാളാണ്. സ്റ്റുഡൻ്റാണ്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ അവൻ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വർക്ക്സൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവന് എന്നെ വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഫോണിൽ സംസാരിച്ച് കാര്യങ്ങൾ ചെറിയൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ബട്ട് നേരിട്ട് കണ്ട് ഇന്ന് അവൻ എനിക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ ഒരുപാട് ബഡ്ജറ്റ് ഇട്ടിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. ഡിസൈനർക്ക് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരെ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ബഡ്ജറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളത്. സോ മേ ബി ഹാൻഡ് വർക്ക് മാറി അവൻ വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ ഇന്ന് വന്നിട്ട് ഡിസ്കസ് ചെയ്യണത്രേ. എനിക്കറിയത്തില്ല, അവൻ ചെറുതായിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ട് എന്തായാലും വരുമല്ലോ. യെസ്, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നേരം പറഞ്ഞുതരാം. അപ്പം ഡിസൈനർ ലൈക്ക് അഭിഷേക് എന്നാണ് അവൻ്റെ പേര്. അവൻ ഡിസൈനർ മാത്രമല്ല ഫോട്ടോഗ്രാഫർ കൂടിയാണ്. എൻ്റെ ലൈക്ക് ഓണം ടൈം ഞാനൊരു മിനി വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കസിൻസിൻ്റെ കൂടെ ഫോട്ടോഷൂട്ടിന് പോയിട്ട്. സോ അതിൽ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നത് ഇവനാണ്, അഭിഷേക് ഫോട്ടോഗ്രാഫി എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ് വരുന്നത്. നല്ല ഫോട്ടോസായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ മാത്രമല്ല അവൻ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, നമ്മളെ ഈ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അതിലും ഫോട്ടോഗ്രാഫി വരുന്നുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ അവനോട് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. യെസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അവരിപ്പോൾ വരും, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾസോ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അഭിഷേക് വന്നിട്ടുണ്ട് ഗൈസ്. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് അഭിഷേക്, നമ്മളെ ഡിസൈനർ. അപ്പം ഇവൻ കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്ക് ഓനോടൊന്ന് ചോദിക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ. ഓക്കെ, ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് കൂടും. കാരണം ഓരോ വർക്കിനും ഓരോ പാനൽസ് വെച്ച് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് വരും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റണ്ണിങ് മെറ്റീരിയൽ, ഈ ഒരു ഡിസൈനിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നമുക്ക് നമ്മുടെ ഡൈ ചെയ്യാം. നമ്മുടെ കളറ് പീകോക്ക് ബ്ലൂ ആണ്. ആ കളർ എടുത്തിട്ട് നമുക്ക് ഡൈ ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങും ബാക്കി വരുന്ന വർക്ക് ചെയ്യാം. ബ്ലൗസിൽ നമുക്ക് നെക്ക് ലൈൻസിലും സ്ലീവിലും പിന്നെ ഹിപ്പിൻ്റെ വേസ്റ്റിൻ്റെ ഏരിയയിലെല്ലാം നമുക്ക് വർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്ക് നെക്കിലും വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തത്. ഈ റണ്ണിങ് മെറ്റീരിയൽ എടുക്കുന്നതും നീ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം ഉണ്ടാവും. റണ്ണിങ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു ഡൈ ഫാബ്രിക്സ് ആണ്. ആ ഫാബ്രിക്സിൻ്റെ അകത്ത് നമുക്ക് കളർ വൈറ്റ് ഫാബ്രിക്കാണ് ഉണ്ടാവുക. വൈറ്റ് ത്രെഡ്സ് വെച്ച് ചെയ്ത ഫാബ്രിക്സിൻ്റെ അകത്ത് സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് സീക്വൻസും എംബ്രോയ്ഡറി മെറ്റീരിയൽസ് വെച്ച് ചെയ്ത വർക്കാണ് ഈ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ അകത്ത് ഉണ്ടാവുക. ആ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റെഡി ടു ഡൈ ഫാബ്രിക്സ് ആണ്. നമുക്ക് വേണ്ടുന്ന കളേഴ്സ് ആ ഫാബ്രിക്കിനകത്ത് ഡൈ ചെയ്യാം. നമ്മളിപ്പോൾ വേറൊരു പ്ലെയിൻ നെറ്റാണ് നമ്മളിപ്പോൾ എടുത്തത് നെറ്റ്. ആ നെറ്റ് ഡൈ ചെയ്യുമ്പോൾ ആ ഒരു കോസ്റ്റ് വരും, ഡൈങ്ങിൻ്റെ ഒരു കോസ്റ്റ്, പിന്നെ വർക്ക് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്. ഇത് സിമ്പിൾ വർക്കാണെങ്കിൽ ചെയ്യാൻ നല്ല എമൗണ്ട് വരും. അപ്പോൾ അത് വരും. ഇപ്പോൾ ഓരോ ലെഹങ്കക്കും ഓരോ ലേയേഴ്സ് ആയിട്ടാണ് ലെഹങ്ക സ്റ്റിച്ച് ചെയ്യുക. ആദ്യം മെയിൻ ഫാബ്രിക് വരും, അതിൻ്റെ അടിയിലൊരു ലൈനിങ്, പിന്നെ ഒരു കോട്ടൺ ലൈനിങ്, പിന്നെ ഒരു ലെഹങ്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ക്യാൻ വെക്കാനാണ്. ഒരു ഫുൾ സർക്കിളായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ ഒരു
ലുക്കും വരും, ഒരു ലെഹങ്കേൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഫീലും കിട്ടും ആ ക്യാൻ വെക്കുമ്പോൾ. അതാണ് ഇപ്പോൾ ഓരോ ലെഹങ്കക്ക് അതിൻ്റെതായ ഒരു ലെയേഴ്സ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിൽ ചെയ്യാൻ ഇനിയൊന്നും പറ്റൂല, കാരണം ഓരോ വർക്കിനും ഓരോ പാനൽസ്, ഓരോ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടാണ് പാനൽസിൻ്റെ എണ്ണം കൂടുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ എമൗണ്ട് വരും, ഓരോ പിന്നെ ഡൈയിങ്ങിൻ്റെ എമൗണ്ട് വരും, സ്റ്റിച്ചിങ്ങിൻ്റെ എമൗണ്ട് വരും. ഇതെല്ലാം നമ്മുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് ഈ ഒരു ഡിസൈൻ ഒതുങ്ങുന്നു. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കിൻ്റെ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് എടുക്കുക. റണ്ണിങ് മെറ്റീരിയൽസ് എടുത്തിട്ട് അത് ഡൈ ചെയ്യുക. ഡൈയിങ്ങിന് ഒരു കോസ്റ്റ് വരും, എന്തായാലും ഒരു നല്ലൊരു എമൗണ്ട് ഡൈയിങ്ങിന് വരും. ആ ഒരു എമൗണ്ട് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു എമൗണ്ടേ വരും. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. ഇപ്പൊ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരും ഈ ഡിസൈനിലോ? ഈ ഒരു ഡിസൈൻ ലൈക്ക് നിങ്ങൾ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സിമ്പിളാന്നല്ലേ നീ പറഞ്ഞ, ഓൾമോസ്റ്റ് എത്ര റേറ്റ് വരും? ഓൾമോസ്റ്റ് ഇതിനൊരു 10 to 15 ആ ഒരു റേഞ്ചിൽ എന്തായാലും ഈ ഒരു വർക്കിന് വരും. കാരണം ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കിന് ഒരു 3-4 ആൾ കൂടിയിട്ടാണ് ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക്, ഒരു ലെഹങ്കേൻ്റെ വർക്ക് ഈ മെറ്റീരിയൽ ചെയ്യാം. അപ്പോൾ അവരെ ഒരു എമൗണ്ടും പിന്നെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു എമൗണ്ടും ഡൈയിങ്ങിൻ്റെ ഒരു എമൗണ്ടും. ഇപ്പോൾ ഒരു ലെഹങ്ക മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരും കറക്റ്റ് കളേഴ്സിൽ എടുക്കൂല. ഓരോരാൾക്കും ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമൈസ്ഡ് കളേഴ്സിലേ എടുക്കും. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് എംബ്രോയിഡറി വർക്ക്സിലാണ് ഓരോ ലെഹങ്കയ്ക്കും ബ്രൈഡ്സ് ചൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഈ ഒരു കോസ്റ്റ് എന്തായാലും കൂടും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ നല്ലതെന്നാണ് അഭി പറഞ്ഞത്. സോ ഞാൻ അങ്ങനെ തന്നെ മൂവ് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് എവിടുന്നാ നീ എടുക്കുക? എങ്ങനെ നമുക്ക് നമ്മുടെ ഡിസൈന് വേണ്ടിയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന ഡിസൈൻ എടുത്തിട്ട് അതിൽ നമുക്ക് നമ്മളെ കളറായി പീകോക്ക് ബ്ലൂ ആഡ് ചെയ്തിട്ട് ഡൈ ചെയ്തിട്ട് അതുവഴി സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസും അങ്ങനെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ നെക്ക് ലൈൻസിലും സ്ലീവ്സിലും എല്ലാം നമുക്ക് എംബ്രോയിഡറി വർക്ക്, ആ ബ്ലൗസിൽ നമുക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യാം. മെറ്റീരിയൽ എടുത്തിട്ട് അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാം. ഒരു സംശയം കേട്ടോ, ഇപ്പം പീകോക്ക് ബ്ലൂവിൻ്റെ തന്നെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ റണ്ണിങ് മെറ്റീരിയൽ എപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ എടുത്തിട്ട് അത് ഡൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു റെഡി ടു ഫാബ്രിക് എന്ന് പറയുമ്പോൾ ആ കളറ് നമ്മൾ വിചാരിക്കുന്ന കളർ എപ്പോൾ ഷെയ്ഡ് കിട്ടിയെന്ന് വരില്ല. എല്ലാ കളറും നമ്മൾ വിചാരിക്കുന്ന ഷെയ്ഡ് കിട്ടിയെന്ന് വരും. അപ്പം നമുക്ക് വേണ്ടുന്ന കളർ വേണ്ടിയിട്ട് ഡൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഭിഷേകിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അകം വെഡ്ഡിങ്സ് അല്ലേ? ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, വർക്ക്സൊക്കെ ജസ്റ്റ് ആഡ് ഓൺ ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? അപ്പം നിങ്ങളൊക്കെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഗായ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ക്വറീസ് ഉണ്ടെങ്കിൽ അഭിഷേകിനെ കോൺടാക്ട് ചെയ്യാൻ അകം വെഡ്ഡിങ്സിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലേ? അല്ലെങ്കിൽ ഫോൺ നമ്പർ വല്ലതും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഞാൻ കാണാം. ഓക്കെ, ഓൾസോ നമ്മളെ അകം വെഡ്ഡിങ്സിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസും ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ മേടിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ ബാക്കി ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.